നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ചേന്നമംഗലം കൂട്ടക്കൊല മുൻ വൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. ഋതുവിന് ജിതിൻ ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പക. കൊലയ്ക്ക് ശേഷം പക തീർത്തു എന്ന് വിളിച്ചു പറഞ്ഞതായി സാക്ഷിമൊഴിയെന്നും കുറ്റപത്രം. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ക്രൂരന്മാർക്കെതിരെ കർശന നടപടി. 5 പേരുടെയും തുടർ പഠനം തടഞ്ഞ് നഴ്സിംഗ് കൌൺസിൽ. കോളേജിലേക്ക് ABVPയും ASFും നടത്തിയ മാർച്ചിൽ സംഘർഷം. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും കേരള വ്യവസായ നയത്തെയും പുകഴ്ത്തിയതിൽ ഉറച്ച് ശശി തരൂർ. ലേഖനം എഴുതിയത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ. കണക്കുകൾ ഏതെന്നറിയാൻ പ്രതിപക്ഷ നേതാവ് ലേഖനം വായിക്കണമെന്നും തരൂർ. തരൂരിനെ തള്ളി നേതാക്കൾ. പാർട്ടി പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷൻ. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാർ. പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്ന് കുറ്റപത്രം. ചാലക്കുടി ബാങ്ക് കൊള്ളക്കാരൻ എവിടെ? 22 മണിക്കൂർ കഴിഞ്ഞിട്ടും പിടികൂടാനാകാതെ പോലീസ്. എറണാകുളത്തും അയൽ ജില്ലകളിലും തെരച്ചിൽ. കത്തികാട്ടി വിറപ്പിച്ച് കവർന്നത് 15 ലക്ഷം രൂപ. മറ്റുള്ളവർ താരങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം. താരങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ്, അതൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്, സിനിമ എന്ന പ്രോഡക്റ്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരെ പുറകെ പോകുന്നത്. സിനിമാ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കം തുടരുന്നു. അഭിനേതാക്കളോട് പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയാനാകില്ലെന്ന് ജോയ് മാത്യു. സുരേഷ് കുമാറും താരങ്ങളെ വെച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മറുപടി. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. വയനാട് പുനരധിവാസത്തിനായി നൽകിയ കേന്ദ്ര വായ്പ 45 ദിവസത്തിനുള്ളിൽ ചെലവഴിക്കുന്നത് അപ്രായോഗികം. കേന്ദ്രത്തിനെതിരെ ഒരേ സ്വരത്തിൽ സർക്കാരും പ്രതിപക്ഷവും. കാലാവധി നീട്ടിക്കിട്ടാൻ ഒന്നിച്ച് പരിശ്രമിക്കാമെന്ന നിർദ്ദേശവുമായി കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കെജ്രിവാളിനെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്രം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി നവീകരണത്തിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ കേന്ദ്ര വിജിലൻസ് അന്വേഷണം. നവീകരണത്തിനായി പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന് കണ്ടെത്തൽ. വിശദമായി നോക്കാം. ദുരന്തബാധിതരോട് അനീതിയോ? മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള കേന്ദ്ര വായ്പയുടെ നിബന്ധനകൾ സംസ്ഥാനത്തോടുള്ള അവഹേളനമെന്ന വിമർശനം ശക്തമാക്കി LDFും UDFും. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിനൊപ്പം യോജിച്ച സമരത്തിന് തയ്യാറാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. സമയപരിധി നീട്ടിക്കിട്ടാൻ സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. 45 ദിവസത്തിനുള്ളിൽ പണം ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അസാധ്യമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. തുടർ നടപടികൾക്കായി തിങ്കളാഴ്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരും. ദുരന്തം തകർത്തെറിഞ്ഞവരുടെ പുനരധിവാസത്തിനായി കേന്ദ്രം കൈപിടിക്കുന്നത് കാത്തിരിക്കുകയാണ് കേരളം. എന്നാൽ സാമ്പത്തിക സഹായത്തിന് പകരം ലഭിച്ചത് തിരിച്ചടക്കേണ്ട വായ്പ. അതും 45 ദിവസത്തിനുള്ളിൽ ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന തികച്ചും അപ്രായോഗികമായ നിബന്ധനയോടെ. കേന്ദ്ര സമീപനത്തിൽ കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്ത് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. യഥാർത്ഥത്തിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ളതുപോലെയുള്ള ഗ്രാന്റ് സഹായമാണ് ഇത്തരം ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. വായ്പ എന്ന രൂപത്തിൽ നൽകുന്നതല്ല ഇത്തരം ദുരന്ത സന്ദർഭങ്ങളിൽ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ കുറെ കൂടി ശരിയായിട്ടുള്ള സമീപനം യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. സംസ്ഥാന സർക്കാരിനൊപ്പം യോജിച്ചൊരു സമരവുമായി മുന്നോട്ട് പോകുമോ? ഉറപ്പായിട്ട് ആവശ്യത്തിന് ഞങ്ങൾ പോകും. അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാണ്. അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം, എന്ത് ജീവിതം, എന്ത് പൊതുപ്രവർത്തനം? എന്നാൽ വലിയ സഹായമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതെന്ന അഭിപ്രായമാണ് BJPക്ക്. രാഷ്ട്രീയം പറഞ്ഞ് ഉറങ്ങിക്കിടക്കാതെ അത് ചെലവഴിക്കുകയാണ് വേണ്ടതെന്ന് സർക്കാർ ഉപദേശിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള
സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് സർക്കാർ കിടന്നുറങ്ങാതെ രാഷ്ട്രീയ പ്രചരണം നടത്താതെ ഇപ്പൊ കിട്ടിയ പണം ഉപയോഗിച്ച് വയനാട് ജനതയെ പുനരധിവസിപ്പിക്കണം. രാഷ്ട്രീയ വിമർശനം ഉയർത്തുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായവും പരിഗണനയും കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. വായ്പയുടെ വിനിയോഗത്തിന് കൂടുതൽ സമയം തേടി കേരളം കേന്ദ്രത്തെ സമീപിച്ചേക്കും. കേന്ദ്ര വായ്പയായ 529 കോടി ചെലവിടേണ്ടത് വിവിധ വകുപ്പുകളിലായാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തു ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ തിങ്കളാഴ്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരും. ഓരോ വകുപ്പുകളുടെയും നിർദ്ദേശം പരിഗണിച്ച് മന്ത്രിസഭാ യോഗം മുൻഗണന നിശ്ചയിച്ച് തുക ചെലവിടാനാണ് ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ക്രീനിൽ കാണാത്ത തല്ലോട് തല്ല്. സംഘടനയ്ക്കുള്ളിലെ പിളർപ്പ് ഒഴിവാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ജി സുരേഷ് കുമാറിന് പിന്തുണയുമായി എത്തിയ സംഘടന ആന്റണി പെരുമ്പാവൂരിനെ തള്ളിയതുമില്ല. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസിൻ സ്റ്റീഫൻ വാർത്താസമ്മേളനം തുടങ്ങിയത്. ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും ഒരു മേശയ്ക്ക് ഇരുവശം ഇരുന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേയുള്ളൂ. അസോസിയേഷന്റെ ഏതു തീരുമാനങ്ങൾക്കൊപ്പവും നിൽക്കുന്ന ആളാണ് ആന്റണി പെരുമ്പാവൂർ. സുരേഷ് കുമാറിന്റെ പരാമർശം ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ചല്ലെന്നും ലിസിൻ സ്റ്റീഫൻ. അവർ പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില എന്താ പറയുക അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈവൻ ഉണ്ടായത്. അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞുപോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈവൻ അറിയില്ല. ജനുവരിയിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് സുരേഷ് കുമാറിന്റെ മാത്രം തീരുമാനമല്ല. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർക്ക് ഘട്ടം ഘട്ടമായി പണം നൽകാമെന്ന ധാരണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ജനറൽ ബോഡി ചേരാതെ ഉറപ്പു പറയാൻ സാധിക്കില്ലെന്നാണ് അംഗങ്ങൾ മറുപടി നൽകിയതെന്നും ലിസൺ സ്റ്റീഫൻ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഈ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്കൊരു കമ്മിറ്റിക്ക് മാത്രമായിട്ട് ഇങ്ങനൊരു തീരുമാനം പറയാനായിട്ട് സാധിക്കത്തില്ല എന്നും ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു ലെറ്ററാണ് ഞങ്ങൾക്ക് പിവൻ വന്നത്. താൻ സമരത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും സംഘടനയിലെ കൂട്ടായ തീരുമാനമാകുമ്പോൾ ആ തീരുമാനത്തോട് യോജിച്ചു പോകേണ്ടി വരുമെന്നും ലിസൺ സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കൊച്ചി. സിനിമാ തർക്കത്തിൽ ജി സുരേഷ് കുമാറിനെ തള്ളി ജോയ് മാത്യു. അഭിനേതാക്കളോട് പ്രതിഫലം കുറയ്ക്കണമെന്ന് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് മറുപടി. സുരേഷ് കുമാറും താരങ്ങളെ വെച്ച് പണമുണ്ടാക്കിയിട്ടുണ്ടെന്നും ജോയ് മാത്യു പറഞ്ഞു. അല്ല, മറ്റുള്ളവർ താരങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. താരങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്, അതൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്, സിനിമ എന്ന പ്രോഡക്റ്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരെ പുറകെ പോകുന്നത്. സിനിമ എടുക്കണമെങ്കിൽ, നല്ല സിനിമ എടുക്കണമെങ്കിൽ ഇവരൊന്നും ഇല്ലാതെ എടുക്കാമല്ലോ സിനിമ. അപ്പം ലാഭം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾക്ക് അതിന് വേണ്ട ചേരുവകൾ വേണം. അതിലൊരു ചേരുവയാണ് താരം. ആ താരത്തിൻ്റെ കൂടെ മേൽവിലാസത്തിലാണ് ഇവരുടെ പടങ്ങൾ തിയേറ്ററിൽ വരുന്നതും വിതരണക്കാരനെടുക്കുന്നതും ഓടുന്നതും ഒക്കെ തന്നെ. അവർക്ക് താരങ്ങൾ മസ്റ്റാണെങ്കിൽ അവർ താരങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് നിൽക്കേണ്ടി വരും. താരങ്ങൾ സ്വയം അവരുടെ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നുള്ളത് അത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു സംഘടനയ്ക്ക് അതിലൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. ഞാനിതിൽ അങ്ങനെ കാണുന്നുള്ളൂ. ഒരു താൽക്കാലികമായിട്ടുള്ള ഇവരുടെ ഒരു പ്രശ്നം മാത്രമാണ് ഇത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലല്ല, ഉള്ളവർ തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. ക്ഷേത്രോത്സവത്തിനിടെ ആനയിടിഞ്ഞ് 3 പേർ മരിച്ച കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് ഇനി ആനയെ ഉപയോഗിക്കില്ല. വിഷയത്തിൽ ക്ഷേത്രം ഭരണസമിതി തന്ത്രിയുടെ ഉപദേശം തേടി. നിയമം ലംഘിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രവും മരിച്ചവരുടെ വീടും മന്ത്രി സന്ദർശിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ അഭിപ്രായം തേടിയ ശേഷമാണ് ഭരണസമിതിയുടെ തീരുമാനം. എഴുന്നള്ളിപ്പിന് തേരോ രഥമോ മതിയെന്നാണ് തന്ത്രിയുടെ നിർദ്ദേശം. ആനയെ ഒഴിവാക്കാൻ സംസ്ഥാന വ്യാപകമായി ചർച്ചകൾ നടത്തണമെന്നും സർക്കാരിന് നാട്ടുകാർ ഒപ്പിട്ട ഭീമഹർജി നൽകുമെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് മേശാന്തിയോട് സംസാരിച്ചു. ആന വേണമെന്നില്ല, പകരം തേരോ അല്ലെങ്കിൽ രഥമോ ആവാമെന്ന് മേശാന്തിയാണ് പറയുന്നത്. അവരും ഇന്ന് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. കാരണം ആന ഒഴിവാക്കി തേരോ രഥമോ ആക്കാം. സത്യത്തിൽ അതാണ് ചിന്തിക്കേണ്ടത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നാടിന് എല്ലാവർക്കും എന്ത് ചെയ്യും, വളരെ ധൈര്യത്തോടു കൂടി ഉത്സവം നേരിട്ട് വന്ന് കാണാനുള്ള
ഒരു സൗകര്യമാണ് ഒരുക്കുന്നത് ശരിക്കും. മന്ത്രി AK ശശീന്ദ്രൻ ക്ഷേത്രം സന്ദർശിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തി. ആന എഴുന്നള്ളിപ്പിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായി മന്ത്രി ആവർത്തിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമല്ല, എന്നാൽ സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകണം. വെടിക്കെട്ടിന് അനുമതി നൽകിയതിൽ ജില്ലാതല മോണിറ്ററിംഗ് സമിതിക്ക് വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കും. സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ്. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. മൂന്നാർ ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ ചവിട്ടിമറിച്ച് കാട്ടാന. വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവയാണ് ആന ആക്രമിച്ചത്. ആക്രമണം നടത്തിയ മോഴ ആനയെ മേഖലയിൽ മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേവികുളം സിഗ്നൽ പോയിന്റിന് സമീപത്ത് വെച്ചാണ് മോഴയാനയുടെ പരാക്രമം. ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന വാഹനം ചവിട്ടിമറിച്ചു. രാവിലെ 10:30 അപകടം. റോഡിൽ തന്നെ തുടർന്ന ആനയെ RRT സംഘമെത്തിയാണ് തുരത്തിയത്. യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് മറ്റൊരു വാഹനത്തിൽ സംഘം തേക്കടിലേക്ക് യാത്ര തിരിച്ചു. ഇതേ ആന പശുവിനെ ചവിട്ടിക്കൊല്ലുകയും ഓട്ടോറിക്ഷ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ നിന്ന് ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആക്രമണം നടത്തിയ മോഴയാനയെ മൂന്നാർ മേഖലയിൽ മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ പ്രധാന പാതയിൽ നിന്ന് മാറിയെങ്കിലും ആന തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആന മേളിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വന്നിട്ട് നേരെ വന്ന് ചവിട്ടുകയാണ് ചെയ്തത്. സെൻട്രലിൽ ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോയി. തൊട്ട് ഫ്രണ്ടിലായിപ്പോയി. ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവരും ചവിട്ടി നടത്തി. ചവിട്ടി എന്നെ ചവിട്ടിയുള്ളൂ. പകൽ സമയത്ത് പോലും ദേശീയപാതയിലേക്ക് ആന എത്തുന്നത് വൻ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. അതേസമയം മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഏതാനും ദിവസങ്ങളായി എത്തുന്ന ഒറ്റക്കൊമ്പന്റെ കാലിലെ പരിക്ക് ഗുരുതരമാണെന്ന വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടും ചികിത്സ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ മൂന്നാർ ഉദുവൽപേട്ട പാതയിൽ വാഹനങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയിരുന്നു. മതപ്പാടിലുള്ള ആനയെ 5-അംഗ സംഘം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കിയിൽ കർഷക സംഘത്തിന്റെ സമരം. വന്യജീവി ആക്രമണം തടയുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ജില്ലയിലെ 11 കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം തടയാൻ തയ്യാറാകാത്ത വനം വകുപ്പിന്റെ നടപടിക്കെതിരെയാണ് കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ 11 ഫോറസ്റ്റ് ഓഫീസുകളിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. കാഞ്ചിയാറിൽ നടന്ന സമരം കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ വന്യജീവി വനാതിർത്തിയിൽ താമസിക്കാത്ത മനുഷ്യർക്ക് ഇപ്പോൾ ഭയമായി തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായ ഭേദഗതി ചെയ്യുക, മനുഷ്യജീവൻ സംരക്ഷിക്കുക, വനം വകുപ്പിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുക, വന്യജീവി ആക്രമണമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ RRTകളെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. കാഞ്ചിയാറിൽ നടന്ന സമരത്തിൽ CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് 18 ഇടുക്കി. വന്യമൃഗശല്യത്തിൽ ജീവിതം വഴിമുട്ടിയ ഒരു നാട്. പാലോട് ഇടിഞ്ഞാർ മുത്തിപ്പാറ കോളനി നിവാസികളാണ് ആനശല്യത്തിൽ പൊറുതിമുട്ടുന്നത്. പകൽ പോലും പുറത്തിറങ്ങാൻ ഭയന്നാണ് ഇവരുടെ ജീവിതം. രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന് ആനയെ ഓടിക്കൽ ഇവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പാതിരാത്രിയിൽ മാത്രമല്ല, പട്ടാപ്പകലും ഭീതിയിലാണ് ഇവരുടെ ജീവിതം. തൊഴിലിടങ്ങളിൽ, കൃഷിഭൂമിയിൽ, എന്തിനേറെ വീടിന് മുന്നിൽ പോലും ഏത് നിമിഷവും ആനക്കൂട്ടമെത്താം. അങ്ങനെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ ആഴിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുക ചെയ്യണത്. ലൈറ്റ് അടിച്ചാലും പോകില്ല. ഒരു ലൈറ്റ് അടിച്ചാൽ ആന പോകത്തില്ല. പക്ഷെ ഒരു 5-6 ലൈറ്റ് ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് മാറിയുള്ളൂ. വീണ്ടും വന്ന് ഭയങ്കര ശല്യത്തിരിക്കുന്നത്. ഒരുമിച്ച് ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ലേ? ഒരുമിച്ച് ഉണർന്നിരിക്കും. ആരും ഉറക്കമില്ല. കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമാണിവർക്ക്.
കുട്ടികൾ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങുന്നത് ആലോചിക്കാൻ പോലുമാകില്ല. സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും സ്കൂളിൽ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എന്നാലും പിന്നെ ചില ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് അമ്മമാരും കുട്ടികളെ കൊണ്ടാക്കിയാലേ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് ഇതിലേ പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പകൽ ഈ റോഡിൽ കൂടെ തന്നെ പകൽ ആന നടക്കും. നമ്മൾ തന്നെ ഇവിടെ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താഴെ ഇറങ്ങുമ്പോൾ ആന റോഡിൽ ഇറങ്ങി നിൽക്കും. നമുക്ക് വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകും. കാട്ടിനുള്ളിൽ പോയി ജോലിയെടുക്കാൻ കഴിയില്ല. കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയാത്ത അവസ്ഥ. ചക്ക സീസൺ ആയതോടെ ആനശല്യം കൂടി. ഇഷ്ടം പോലെ ആന വന്നു. രാവിലെ 2 കാലും പോക്കി കയറി നിന്നിട്ടാണ് ഉരുക്കി തള്ളി ഇട്ടിട്ട് ലൈറ്റ് അടിച്ചപ്പോഴും കാറിലെ താഴെ വെച്ചിട്ട് നമ്മളെ നേരെ തിരിഞ്ഞു നിന്നു. ആ ഓടി വീടിനകത്തേക്ക് കഥ അടച്ച് വീണ്ടും ആന ചക്ക തിന്നാൻ വരുന്നതാണ്. ചക്ക തിന്നാനും പിന്നെ വാഴ എന്തുണ്ടെങ്കിലും അത് തിന്നും. വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിങ്ങും കിടങ്ങുകളുമുണ്ട്. വീടുകളുള്ള ഭാഗത്ത് അതുമില്ല. പിന്നെ ആന വന്ന് അവരെ വിളിച്ചാൽ അവര് വരിയൊന്നുമില്ല. അവര് കൂപ്പ് സൈഡൊക്കെ വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോകും. അല്ലാതെ ജനങ്ങൾ കിടക്കണ അങ്ങോട്ടൊന്നും വരികയോ നോക്കുകയോ ഒന്നും ചെയ്യൂല. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഇവരുടെ ചോദ്യത്തിന് അധികൃതർക്കും മറുപടിയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം വണ്ടൂരിൽ പട്ടാപ്പകൽ ഫർണിച്ചർ കടയിലേക്ക് പാഞ്ഞു കയറിയ പന്നിക്കൂട്ടം മുൻവശത്തെ ഗ്ലാസുകൾ തകർത്തു. വണ്ടൂർ കുറ്റിയിലെ CH ഫർണിച്ചർ കടയിലേക്കാണ് പന്നിക്കൂട്ടം പാഞ്ഞു കയറിയത്. മുൻവശത്തെ ഗ്ലാസും ഫർണിച്ചറുകളും അടക്കം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. മൂന്നാറിലെ പഞ്ചായത്ത് മാലിന്യ പ്ലാന്റിലെത്തിയ കാട്ടാനയ്ക്ക് കാലിൽ ഗുരുതരമായി പരിക്കേറ്റു. ഭക്ഷണം തേടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒറ്റക്കൊമ്പോട് കൂടിയ കാട്ടാന ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം കുന്നുകൂടി കിടക്കുന്ന കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയാകാം കാട്ടാനയുടെ കാലിൽ പരിക്കേറ്റത്. സംഭവം മൂന്നാർ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും നിരീക്ഷിക്കുന്നതല്ലാതെ ചികിത്സ നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ച നടന്ന് 22 മണിക്കൂർ പിന്നിടുമ്പോഴും പ്രതിയെക്കുറിച്ച് സൂചന പോലും കണ്ടെത്താനാകാതെ പോലീസ്. പ്രതി സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ബാങ്ക് കവർച്ചാ കേസിൽ ഇപ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിലാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി എത്തിയതെന്ന കണ്ടെത്തൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. പ്രതിയുടെ വാഹനം പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രതി പോയത് അങ്കമാലി ഭാഗത്തേക്കാണെന്നാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ച ഏക വിവരം. അതും സൂചന മാത്രമാണ്. അങ്കമാലിലെത്തിയെങ്കിൽ പ്രതി ട്രെയിൻ മാർഗം രക്ഷപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ആലുവ പെരുമ്പാവൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലും പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പുമില്ല. സംസ്ഥാനം വിടാനുള്ള സാധ്യതയുള്ളതിനാൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചേക്കും. പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. അതേസമയം കേസ് അന്വേഷിക്കാൻ ചാലക്കുടി ഡിവൈഎസ്പി PK സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മൂന്നാം കണ്ണ് സിദ്ധി നേടി അഭിവൃദ്ധി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. കണ്ണൂരിൽ 6 പേർക്കെതിരെ കേസ്. ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ എന്ന ട്രസ്റ്റിനെതിരെയാണ് ആത്മീയ തട്ടിപ്പിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹിമാലയൻ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന അഷ്റഫ് ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. പ്രപഞ്ചോർജത്തെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് കേരളത്തിൽ ഉടനീളം ട്രെയിനിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും ലഭിച്ച പരാതിയിൽ പറയുന്നു. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 പേരുടെയും തുടർ പഠനം തടയും. നഴ്സിംഗ് കൗൺസിലിന്റേതാണ് നടപടി. കേസിൽ മറ്റ് ഇരകളെ സാക്ഷികളാക്കാനാണ് തീരുമാനം. റാഗിംഗ് കേസിൽ പ്രതികളായ ജീവ, വിവേക്, റിജിൽജിത്ത്, സാമുവൽ, രാഹുൽ രാജ് എന്നിവർക്കെതിരെ നഴ്സിംഗ് കൗൺസിലിന്റെ കടുത്ത നടപടി. 5 പേരുടെയും തുടർ പഠനം തടയും. ഇക്കാര്യം കോളേജ് അധികൃതരെ അറിയിക്കും. റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ AT, അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P മാണി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഹൗസ് കീപ്പറെ പുറത്താക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംഭവത്തിൽ 6 പേരാണ് ഇരകളായി ഉണ്ടായിരുന്നത്. സമാനമായ കുറ്റകൃത്യം സംബന്ധിച്ച മൊഴിയാണ് ഇവരിൽ നിന്നും ലഭിച്ചത്. ഇതോടെയാണ് ഇവരെ സാക്ഷികളാക്കാനുള്ള തീരുമാനം. റാഗിങ്ങിനെതിരെ ഇന്നും പ്രതിഷേധം തുടർന്നു. AIOF, AISF സംഘടനകൾ സംയുക്തമായി മാർച്ച് നടത്തി. BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിലെ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആരോപണ വിധേയനായ ക്ലർക്ക് സുനിൽ ഒളിവിൽ.
സംഭവത്തിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്ത് കേസെടുത്തിട്ടില്ല. ക്ലർക്ക് വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് കരുതുന്നത്. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കുട്ടികളെ പല കാര്യങ്ങളിലേക്ക് ആകർഷിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടികൾ വികാരഭരിതരാകുന്നുവെന്നും അടുത്ത വർഷം മുതൽ ബോധവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുറ്റിച്ചൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥി എബ്രഹാം ബെൻസനെ ഇന്നലെയാണ് സ്കൂളിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ലർക്ക് സുനിൽകുമാർ അപമര്യാദയായി സംസാരിച്ചതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ കാണുകയാണ്. അതിൻ്റെയൊക്കെ ഫലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ വികാരഭരിതരായി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. ഒളിവിൽ തുടരുന്ന സുനിലിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സുനിലിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യം. ഇയാൾക്കെതിരെ വൈകാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയും ഉണ്ടാകും. VHSE ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തി മൊഴികൾ രേഖപ്പെടുത്തി. അധ്യാപകരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയുണ്ടാകും. ക്ലർക്കിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നിരവധി തവണ അധ്യാപകരോട് പരാതി പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സംഭവത്തിൽ ഇതുവരെയും ആരെയും പ്രതി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ചേതമംഗലം കൂട്ടക്കൊല മുൻ വൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. ഋതുവിന് ജിതിൻ ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പക. കൊലയ്ക്ക് ശേഷം പക തീർത്തു എന്ന് വിളിച്ചു പറഞ്ഞതായി സാക്ഷിമൊഴിയുണ്ടെന്നും 1000 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതി ലഹരിക്കടിമ. എന്നാൽ മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ല. ആകെ 112 സാക്ഷികളുള്ള കേസിൽ 60 തെളിവ് രേഖകളാണ് ഉള്ളത്. വടക്കൻ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി. അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോ പോളോയും കേസിൽ പ്രതിയാണ്. കലാമണ്ഡലം സത്യഭാമ നിറത്തിന്റെ പേരിലടക്കം നർത്തകൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത് വലിയ വിവാദമായിരുന്നു. തന്റെ പരാമർശം രാമകൃഷ്ണനെ ഉദ്ദേശിച്ചല്ലെന്നായിരുന്നു ജാമ്യം തേടുമ്പോഴടക്കം സത്യഭാമ പറഞ്ഞിരുന്നത്. എന്നാൽ വിശദമായ സാക്ഷിമൊഴി ശേഖരിച്ചാണ് പോലീസിന്റെ കുറ്റപത്രം. രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് സത്യഭാമയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പേരു പറയാതെ രാമകൃഷ്ണന്റെ നിറത്തെ അപമാനിച്ച സത്യഭാമ പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നത് മറ്റൊന്നുമെന്നും പറഞ്ഞു. രാമകൃഷ്ണൻ പഠിച്ചത് ഭരതനാട്യമായിരുന്നെങ്കിലും മോഹിനിയാട്ടവും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ KPSC ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നതായിരുന്നു അടുത്ത പരാമർശം. KPSC ലളിതയുമായി കലഹിച്ചത് രാമകൃഷ്ണനാണെന്ന് മകൻ സിദ്ധാർത്ഥ് ഭരതൻ മൊഴി നൽകി. ഇത്തരം അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതുകൊണ്ടാണ് താൻ പോരാട്ടം നടത്തിയതെന്നായിരുന്നു RLV രാമകൃഷ്ണൻ പ്രതികരിച്ചത്. രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രത്തിൽ കണ്ടെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സമിതിക്ക് മുൻപാകെ കുടുംബം മൊഴി നൽകി. രോഗബാധിതയായിട്ടും മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റിയെന്നും മാനസിക സംഘർഷമാണ് മരണകാരണമെന്നും കുടുംബം പറഞ്ഞു. MSME മന്ത്രാലയമാണ് 3-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. കഴിഞ്ഞ ദിവസം ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. കുറ്റാരോപിതരെ മാറ്റി നിർത്താത്തതിൽ ആശങ്കയുണ്ടെന്നും ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൈമാറുന്നത് നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമായിരിക്കുമെന്നും മൊഴി നൽകാനെത്തിയ ജോളിയുടെ സഹോദരൻ സിബി ജോസഫ് പറഞ്ഞു. ഒരു ഓറൽ അഷുറൻസ് അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസിന് ഈ ടീം വിധേയരാകുകയില്ല. ഇവർ ഡയറക്റ്റ് MSME മിനിസ്ട്രിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം അപ്രഹെൻഷൻസ് ഞങ്ങൾ തൽക്കാലം വെക്കേണ്ട. അതുകൊണ്ട് ഈ ഒരു മീറ്റിങ്ങോട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് പ്രപ്പോസൽ വന്നത്. കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങളുടെ കിട്ടിയിരിക്കുന്നത് മുഴുവനും കൂടുതലും ജോളി തന്നെ അവൾ ജീവിച്ചിരുന്നപ്പോഴത്തേക്കും RTA വഴി കളക്ട് ചെയ്ത ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികളാണ് കൂടുതലായിട്ട് ഞങ്ങൾ തന്നിരിക്കുന്നത്. കൊല്ലം ഓച്ചിറയിൽ ബാർ പരിസരത്ത് 2 യുവാക്കൾക്ക് ക്രൂരമർദ്ദനം. തടിക്കഷ്ണം കൊണ്ടും ഹെൽമറ്റ് ഉപയോഗിച്ചും യുവാക്കളെ 4-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓച്ചിറ സ്വദേശികളായ അനന്തു, സിദ്ധാർത്ഥ്, റിനു എന്നിവരാണ് പിടിയിലായത്.
ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്കുമുറുകുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി നവീകരണത്തിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർദ്ദേശം നൽകിയത്. BJP നേതാവ് വിജേന്ദർ ഗുപ്ത നൽകിയ പരാതിയിലാണ് നടപടി. നവീകരണത്തിനായി പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നുമാണ് വിജേന്ദർ ഗുപ്തയുടെ പരാതി. ആദായ നികുതി ബിൽ പരിശോധിക്കാൻ സെലക്ട് കമ്മിറ്റി രൂപീകരിച്ച ലോക്സഭാ സ്പീക്കർ. 31 അംഗ സമിതിയുടെ ചെയർമാൻ BJP അംഗം ബൈജയന്ത് പാണ്ഡെയാണ്. BJPയിൽ നിന്ന് 14 പേരും കോൺഗ്രസിൽ നിന്ന് 6 പേരും സമിതി അംഗങ്ങളാണ്. RSP അംഗം NK പ്രേമചന്ദ്രൻ സമിതിയിലുണ്ട്. സമിതി അടുത്ത സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിന് മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കണം. നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണമായേക്കാവുന്ന മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലിവർ സിറോസിസും വൃക്കകളുടെ തകരാറും അടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സമാധി സ്ഥലം ഉപജീവനത്തിന് ഉപയോഗിക്കില്ലെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തി. ലോക 1-ാം നമ്പർ ടെന്നീസ് താരം യാനിക് സിന്നറിന് വിലക്ക്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് ഇറ്റാലിയൻ ടെന്നീസ് താരത്തിന് 3 മാസം വിലക്ക് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി നടത്തിയ 2 ടെസ്റ്റുകളിൽ സിന്നർ പരാജയപ്പെട്ടിരുന്നു. ഫെബ്രുവരി 9 മുതൽ മെയ് 4 തീയതി വരെയായിരിക്കും സിന്നറുടെ വിലക്ക്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 7,890 രൂപ, പവന് 63,120 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 6,590 രൂപ, പവന് 51,920 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, കിലോഗ്രാമിന് 1,06,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം ഫാസ്റ്റ് ന്യൂസ്. നമസ്കാരം.